ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ അച്ഛനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ മക്കൾ. മനസാക്ഷി മരവിക്കുന്ന ഈ കഥ കേട്ടത് തമിഴ്നാട്ടിൽ നിന്നാണ്. തിരുവള്ളൂർ സ്വദേശിയും സ്കൂൾ ജീവനക്കാരനുമായ ഗണേഷ് കഴിഞ്ഞ ഒക്ടോബറിലാണ് പാമ്പുകടിയേറ്റ് മരിച്ചത്. ആദ്യം അപകടമരണമെന്ന് കരുതി പോലീസ് എഴുതിത്തള്ളിയെങ്കിലും ഗണേഷിൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് പോളിസിയുടെ ക്ലെയിം നടപടികൾ ആരംഭിച്ചതോടെ ചില സംശയങ്ങൾ തോന്നി. വീട്ടുകാരുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയിൽ ദുരൂഹത തോന്നിയ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നു. കേസിൽ 2 ആൺമക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് തിരുവള്ളൂർ പോത്താട്ടൂർ പേട്ടൈ സ്വദേശിയും ഗവൺമെന്റ് സ്കൂളിലെ ലബോറട്ടറി അസിസ്റ്റന്റുമായ ഇ.പി. ഗണേശൻ പാമ്പുകടിയേറ്റ് മരിച്ചത്. വീട്ടിൽ വെച്ച് ഗണേശന് പാമ്പുകടിയേറ്റെന്നായിരുന്നു ബന്ധുക്കളുടെ മൊഴി. അപകടമരണമായാണ് പോലീസ് കേസെടുത്തതെങ്കിലും ഗണേശന്റെ പേരിലുള്ള ഇൻഷുറൻസ് പോളിസിയുടെ ക്ലെയിം നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ മരണത്തിൽ സംശയമുയരുകയായിരുന്നു. ഗണേശന്റെ പേരിൽ ഉയർന്ന തുകയുടെ ഒട്ടേറെ പോളിസികൾ എടുത്തിരുന്നതും വീട്ടുകാരുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയും കണ്ട് സംശയം തോന്നിയ ഇൻഷുറൻസ് കമ്പനി അധികൃതർ തമിഴ്നാട് നോർത്ത് ഐജിക്ക് പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞത്. ഇൻഷുറൻസ് തുകയ്ക്കായി മക്കൾ തന്നെയാണ് ഗണേശനെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. മക്കളായ മോഹൻരാജ്, ഹരിഹരൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്ക് സഹായം നൽകിയ 4 പേരെയും അറസ്റ്റ് ചെയ്തു. കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. കൊലപാതകത്തിന് മുൻപായി പ്രതികൾ ഗണേശന്റെ പേരിൽ 3 കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് പോളിസികൾ എടുത്തിരുന്നു. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം സംഭവം അപകടമരണമായി ചിത്രീകരിക്കാനായിരുന്നു പദ്ധതി. സഹായികൾ വഴിയാണ് വിഷപ്പാമ്പുകളെ സംഘടിപ്പിച്ചത്. മൂർഖനെ ഉപയോഗിച്ച് പിതാവിന്റെ കാലിൽ കടിപ്പിച്ചെങ്കിലും മാരകമായി വിഷമേൽക്കാത്തതിനാൽ ആദ്യത്തെ കൊലപാതക ശ്രമം പാളിപ്പോയി. ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഉഗ്രവിഷമുള്ള വെള്ളിക്കട്ടൻ പാമ്പിനെ കൊണ്ട് ഉറങ്ങിക്കിടന്ന ഗണേശന്റെ കഴുത്തിൽ കടിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ പാമ്പിനെ പ്രതികൾ തന്നെ അടിച്ചു കൊന്നു. എന്നാൽ ഏറെ വൈകിയാണ് ഗണേശനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതും പിന്നീട് സംശയം തോന്നാൻ കാരണമായി. സമാനതകളില്ലാത്ത ക്രൂര കൊലപാതക ഞെട്ടിലാണ് തിരുവള്ളൂർ പോത്തൂർപേട്ട നിവാസികൾ. ന്യൂസ് 18 ചെന്നൈ.